الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന്, ജീവിതത്തിൽ തഖ്വ ഉള്ളവരായിരിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും വളരെ കണിശമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിൻ്റെ ഏറ്റവും മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നമ്മിൽ നിന്നു തന്നെ നമുക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വം മനുഷ്യ സമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഇന്ന സഅയക്കും ലശത്ത, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമങ്ങളുടെ ഫലങ്ങളും വ്യത്യസ്തങ്ങളാണ് എന്നാണ് ആ തത്വം. ഈ തത്വം ജനങ്ങളെ പഠിപ്പിക്കുവാൻ രണ്ട് ഉദാഹരണ ജോഡികളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തുദ്ധരിക്കുന്നത്. വല്ലൈലി ഇദാ യഗ്ശാ വന്നഹാരി ഇദാ തജല്ല. രാവ് മൂടിയാൽ അതുകൊണ്ട് സത്യം, പകൽ പ്രത്യക്ഷമായാൽ അതുകൊണ്ടും സത്യം. രാവും പകലും ഒരു ഉദാഹരണ ജോഡിയാണ്. പരസ്പര വിരുദ്ധമായ രണ്ട് യാഥാർത്ഥ്യങ്ങൾ. രാവ് ഇരുട്ടാണ്, പകൽ വെളിച്ചമാണ്. രാവ് ശാന്തതയാണ്, പകൽ ബഹളമയമാണ്. രാവ് വിശ്രമിക്കാനുള്ളതാണ്, പകൽ പരിശ്രമിക്കാനുള്ളതാണ്. പരസ്പര വിരുദ്ധമായ യാഥാർത്ഥ്യങ്ങളാണെങ്കിലും ഈ യാഥാർത്ഥ്യങ്ങളുടെ മാറി മാറി വരലാണ് ഇവയുടെ താളാത്മകമായിട്ടുള്ള പാരസ്പര്യമാണ്
ഈ ജീവിതത്തിൽ, ഈ ലോകത്ത് ജീവിക്കുവാൻ നമുക്ക് സന്തോഷവും സുഖവും നൽകുന്നത്. ചില ദിവസങ്ങളിൽ നാം വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്യും. നാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ തോന്നും. എന്നാൽ ഒന്ന് കുളിച്ച് നമസ്കരിച്ച് ഒരു രാത്രിയിൽ ശാന്തമായൊന്നുറങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ പുതിയ ഒരു മനുഷ്യനെപ്പോലെ നാം പുനർജനിക്കും. രാവ് മാത്രമായിരുന്നുവെങ്കിൽ നമുക്ക് മടുത്തുപോകുമായിരുന്നു. പകൽ മാത്രമായിരുന്നുവെങ്കിലും നമുക്ക് മടുത്തുപോകുമായിരുന്നു. ജീവിതം ആനന്ദകരമായി തീരുന്നത്, സുഖകരമായി തീരുന്നത്, സന്തോഷകരമായി തീരുന്നത് ഈ രാവും പകലും മാറി മാറി വരുന്നതുകൊണ്ടാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്ന ഉദാഹരണ ജോഡി വമാ ഖലഖ الذكر والأنثى, സ്ത്രീയും പുരുഷനും എന്ന ഒരു ജോഡിയാണ്. ഇവരുടെ പ്രകൃതങ്ങളും സ്വഭാവങ്ങളും തമ്മിൽ പരസ്പരം വൈവിധ്യമുണ്ടെന്ന് മാത്രമല്ല, വൈരുദ്ധ്യവുമുണ്ട്. പുരുഷനുള്ളത് ഒരു പൗരുഷമാണ്, സ്ത്രീക്കുള്ളത് സ്ത്രൈണതയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇണകളെ, ഈ ജോഡിയെ സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. സ്ത്രീയുടെ ശാരീരികവും മാനസികവുമായ താൽപ്പര്യങ്ങൾ പൂർത്തീകരിക്കുന്ന വിധത്തിലാണ് അല്ലാഹു പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളത്. പുരുഷന്റെ ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന വിധത്തിലാണ് സ്ത്രീയുടെ മനസ്സും ശരീരവും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. പരസ്പരം വൈവിധ്യം പുലർത്തുന്ന പ്രകൃതങ്ങളാണ് അവർ രണ്ടുപേർക്കുമുള്ളതെങ്കിലും ആ രണ്ട് വൈവിധ്യങ്ങളുടെ, രണ്ട് വ്യക്തിത്വങ്ങളുടെ പാരസ്പര്യമാണ് മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സുഖം. മാത്രമല്ല, മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പും ആ പാരസ്പര്യത്തിലാണുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മിൽ നിന്നു തന്നെ നമുക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ ഓതിവെച്ച ആയത്തിൽ അതാണ് പറയുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ, നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? ലിതസ്കുനു ഇലൈഹ, ആ ഇണയിൽ നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാകാൻ, നിങ്ങൾക്ക് സമാധാനം ലഭിക്കാൻ, നിങ്ങൾക്ക് ശാന്തി ലഭ്യമാകാൻ, അസ്വസ്ഥമായ നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ ശരീരത്തിനും ഒരത്താണിയായി വർത്തിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്കുള്ള ഇണകളെ സൃഷ്ടിച്ചത്. പുരുഷനും സ്ത്രീയും ജനിക്കുന്നത് ഒരേ പ്രജനന പ്രക്രിയയിലൂടെയാണ്. മാതാവിന്റെ അണ്ഡവും പിതാവിന്റെ ബീജവും ഒന്നുചേരുന്നത്, അത് സൈഗോട്ടായി പരിണമിക്കുന്നത്, സിക്താണ്ഡമായി പരിണമിക്കുന്നത്, അത് പിന്നീട് രക്തപിണ്ഡമായി മാറുന്നത്, ആ രക്തപിണ്ഡം മാംസമായി പരിണമിക്കുന്നത്, ആ മാംസം പിന്നെയും എല്ലായിത്തീരുന്നത്, ആ എല്ലിനെ വീണ്ടും മാംസം കൊണ്ട് പൊതിയുന്നത്, എന്നിട്ട് കണ്ണും കാതും കയ്യും കാലുമുള്ള കുഞ്ഞായി പുറത്തേക്ക് വരുന്നത്, ആ പ്രക്രിയ മുഴുവൻ ഒരേ സ്വഭാവത്തിലുള്ളതാണ്. എന്നിട്ടു തന്നെ പുരുഷന്മാർ സൃഷ്ടിക്കപ്പെടുന്നു, സ്ത്രീകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തെക്കുറിച്ച് നമുക്കറിയില്ല, പുരുഷന്മാർ മാത്രം ജനിക്കുന്ന ഭൂഖണ്ഡം. ഏതെങ്കിലും ഒരു രാജ്യത്തെക്കുറിച്ച് നമുക്കറിയില്ല, പുരുഷന്മാർ മാത്രം ജനിക്കുന്ന ഒരു രാജ്യം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിനെക്കുറിച്ചോ വാർഡിനെക്കുറിച്ചോ നമുക്കറിയില്ല, അവ
സ്ത്രീകൾ മാത്രം ജനിക്കുന്ന പഞ്ചായത്താണ്, സ്ത്രീകൾ മാത്രം ജനിക്കുന്ന വാർഡാണ് എന്ന്. ആണും പെണ്ണും ഇടകലർന്ന് ജനിക്കുന്നു. നമുക്കിടയിൽ നിന്ന് തന്നെ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അവർ വളർന്നു വരുന്നു. ആ വളർന്നു വരുന്നവർ പുരുഷനും സ്ത്രീയും പരസ്പരം ശാന്തിയും സമാധാനവുമായി വർത്തിക്കുന്നു. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പാശം കൊണ്ട് കൂട്ടിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തോതുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ദൃഷ്ടാന്തത്തിന്റെ ആന്തരാത്മാവ് മനസ്സിലാക്കാൻ, ഈ അനുഗ്രഹത്തിന്റെ ശക്തിവിശേഷം മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികൾ അവിടെവിടെയായി നമുക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ മനുഷ്യനെന്ത് എന്നറിയാത്തവരാണ്. സ്ത്രീ എന്ത്, പുരുഷനെന്ത് എന്നറിയാത്തവരാണ്. മാത്രമല്ല, ഒരു തരത്തിലുള്ള മനോവൈകൃതത്തിന്റെ അടിമകളുമാണവർ. ഈ പാരസ്പര്യത്തെ തെറ്റിക്കാൻ ശ്രമിക്കുന്നത്, സ്വർഗരതികളിലും സ്വർഗസ്നേഹങ്ങളിലും ഏർപ്പെടുന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയോടുള്ള ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ടാണ് പുരാതന കാലം മുതൽ തന്നെ സ്വർഗരതികൾ അതേത് രൂപത്തിലുള്ളതാണെങ്കിലും പ്രകൃതി വിരുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഈ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പെട്ട വ്യക്തികൾ ഏതെങ്കിലും സമൂഹങ്ങളിൽ ഉണ്ടാകാം. പക്ഷേ ഒരു സമുദായം എന്നുള്ള നിലയ്ക്ക്, ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് ആ ദുർവൃത്തിയിൽ ആദ്യമായി ഏർപ്പെട്ടിട്ടുള്ളത് സദൂം നിവാസികളാണ്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ദേശക്കാരും സമുദായക്കാരുമായ ആളുകളാണ് ഈ ഏർപ്പാടിൽ ഇടപെട്ടിട്ടുണ്ടായിരുന്നത്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് അലൈഹിസ്സലാം മുഖേന പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഓരോന്നും പരിശോധിച്ചാൽ ആ വാചകങ്ങളിലുടനീളം ഈ പ്രകൃതി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പ്രത്യാഘാതങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഒരിക്കൽ ലൂത്ത് അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നതായി ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്, അതഅ്തൂന ദുക്റാന മിനൽ ആലമീൻ, ലോകരിൽ നിന്ന് പുരുഷന്മാരെയാണോ നിങ്ങൾ സമീപിക്കുന്നത്? വതദറൂന മാ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും മാ ഖലഖ ലക്കും റബ്ബുക്കും മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള നിങ്ങളുടെ ഇണകളെ നിങ്ങൾ ഒഴിവാക്കുകയുമാണോ ചെയ്യുന്നത് എന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. ഒരു താൽക്കാലിക സുഖം ആസ്വദിക്കുക എന്ന ഒരു വശം മാത്രമല്ല ഇതിൽ നിലീനമായി കിടക്കുന്നത്. ആ സുഖം ആസ്വദിക്കുമ്പോൾ നിങ്ങളെ കണ്ട് സൃഷ്ടിച്ചിട്ടുള്ള, നിങ്ങളുടെ മനസ്സും ശരീരവും ആവശ്യമുള്ള, നിങ്ങളുടെ കാരുണ്യവും സ്നേഹവും ആവശ്യമുള്ള മറ്റൊരു വിഭാഗം അവിടെയുണ്ട്. ആ വിഭാഗത്തെ നിങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചതാണ്. ആ വിഭാഗത്തെ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ്. ആ വിഭാഗത്തെ നിങ്ങളുടെ ഇണകളായി സൃഷ്ടിച്ചതാണ്. ആ വിഭാഗത്തെ നിങ്ങളുടെ നാഥൻ സൃഷ്ടിച്ചതാണ്. നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ ഇണകളായി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ കൈയൊഴിക്കുകയുമാണോ ചെയ്യുന്നത് എന്ന് അല്ലാഹു ചോദിക്കും. ഇത് കേവലമായ ഒരു ലൈംഗിക വൈകൃതത്തിന്റെ പ്രശ്നമല്ല. ബൽ അന്തും ഖൗമുൻ ആദൂൻ, ഇത് ഒരു അക്രമ പ്രവർത്തനമാണ്. ഇതൊരു ക്രമവിരുദ്ധ പ്രവർത്തനമാണ്. ഇതൊരക്രമ പ്രവർത്തനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ശക്തമായി
ലൂത്ത് അലൈഹിസ്സലാം മുഖേന ആ നിവാസികളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഭാഗത്ത് വരുന്ന ഒരു വൈകൃതം എന്നതിനെ പറയാൻ പറ്റില്ല. അത് മറ്റൊരു സമൂഹത്തിന്റെ മേലുള്ള അതിക്രമമാണ്, അവരോടുള്ള അനീതിയാണ്, അവരുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കയ്യേറ്റമാണ്, അവരുടെ അവകാശത്തിന്റെ നിഷേധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാചകത്തിൽ ഉണർത്തുന്നു. അതുകൊണ്ട് തന്നെ ലൂത്ത് അലൈഹിസ്സലാമിനെ പോലെയുള്ള ഒരു ധർമ്മത്തിന്റെ പ്രവാചകന്, ഒരു നീതിയുടെ പ്രവാചകന്, ഒരു സത്യത്തിന്റെ പ്രവാചകന് ഈ ദുർവൃത്തിയോട് കടുത്ത ശത്രുത പുലർത്തേണ്ടി വരുന്നു. അതാണ് ലൂത്ത് അലൈഹിസ്സലാം പറയുന്നത്, ഖാല ഇന്നി ലിഅമലികും മിനൽ ഖാലീൻ. നിങ്ങളുടെ പ്രവർത്തനത്തെ നിസ്സംഗമായി നോക്കി നിൽക്കാൻ എനിക്ക് കഴിയുകയില്ല. നിങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ച് നിശബ്ദത പാലിക്കാനും എനിക്ക് കഴിയുകയില്ല. നിങ്ങളുടെ ഈ പ്രവർത്തനത്തോട് അങ്ങേയറ്റത്തു പകയുള്ളവനാണ് ഞാൻ എന്ന് ലൂത്ത് അലൈഹിസ്സലാം അവരോട് പറയുന്നതായി വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, മനുഷ്യാരംഭം മുതൽ തന്നെ ചിലപ്പോൾ ചില വ്യക്തികളിൽ ഈ ദൗർബല്യം ഉണ്ടായേക്കാം. പക്ഷേ ആ ദൗർബല്യത്തെ സാമൂഹ്യമായി വളർത്തിയെടുക്കുകയും ആ ദൗർബല്യത്തെ നിയമപരമായി ഉൾക്കൊള്ളുകയും ആ ദൗർബല്യത്തിന് അന്തസ്സ് നൽകുകയും ചെയ്തിട്ടുള്ള സമൂഹമായിരുന്നു ലൂത്ത് അലൈഹിസ്സലാം ജീവിച്ചിരുന്ന സമൂഹം. അതുകൊണ്ട് തന്നെ ലൂത്ത് അലൈഹിസ്സലാം അവരോട് പറയുന്നുണ്ട്, ലതക്തൂനൽ ഫാഹിഷ, നിങ്ങൾ ഈ ചെയ്യുന്ന ദുർവൃത്തിയുണ്ടല്ലോ, മ്ലേച്ഛവൃത്തി, മാ സബഖകും ബിഹാ മിൻ അഹദിൻ മിനൽ ആലമീൻ, നിങ്ങളെപ്പോലെ ലോകരിൽ ഒരു കൂട്ടരും ചെയ്തിട്ടില്ലാത്തതാണ് ഈ ദുർവൃത്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ലോകത്താരും ചെയ്തിട്ടില്ലാത്ത ഒരു ദുർവൃത്തിയാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ അറിയാതെ ചെയ്യുന്നതല്ല, നിങ്ങൾ ബോധപൂർവം ചെയ്യുന്നതാണ്. ജനങ്ങളുടെ കണ്ണിന് മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പണിയാണിത്. ഇത്രയും നിങ്ങൾ വൃത്തികെട്ട് പോകാൻ പാടില്ലാത്തതായിരുന്നു. അതക്തൂനൽ ഫാഹിഷ വഅൻതും തുബ്സിറൂൻ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ വൃത്തികെട്ട പണിയിൽ നിങ്ങൾ ഏർപ്പെടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്. ഇന്നക്കും ലതക്തൂന റിജാല ശഹ്വ, പുരുഷന്മാരെ ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടി, വികാര പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ സമീപിക്കുന്നു. മിൻ ദൂനിൻ നിസാ, സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട്. ഇത് നിങ്ങളുടെ ഒരു ലൈംഗിക വൈകൃതം മാത്രമല്ല, ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ, ഇതൊരു അതിക്രമമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന തിന്മയല്ല ഇത്, ചെയ്യാൻ കഴിയുന്നതിനപ്പുറമുള്ള തിന്മയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തരത്തിൽ അംഗീകരിക്കുവാൻ കഴിയാത്ത കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യന്, സിവിലൈസ്ഡ് സംസ്കാര സമ്പന്നനായിട്ടുള്ള ഒരു മനുഷ്യന്, നഗരവൽകൃതനായ ഒരു മനുഷ്യന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ഒരു സംഗതിയാണ് ഈ സ്വർഗരതി എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ഈ അതിക്രമം തന്നെയാണ് അതിൽ കൊണ്ടുണ്ടായിത്തീരുന്നത്. അതായത് ഒരു വിഭാഗത്തിന്റെ സ്ത്രീകൾ ഈ വഴികൾ മാത്രം സ്വീകരിക്കുമ്പോൾ പുരുഷന്മാർ ഈ വഴികൾ മാത്രം സ്വീകരിക്കുമ്പോൾ സ്ത്രീകളുടെയും അവകാശ നിഷേധം അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇനി വിവാഹിതരാണെങ്കിൽ പോലും സ്ത്രീ പുരുഷന്മാർ പരസ്പരം വിവാഹം ചെയ്തതിന് ശേഷമാണ് ഈ ലൈംഗിക വൈകൃതം ഒരാളിൽ ഉണ്ടാകുന്നത് എങ്കിൽ പോലും
മറുകക്ഷിയെ തൃപ്തിപ്പെടുത്തുവാനോ മറുകക്ഷിയുടെ അവകാശങ്ങൾ നൽകുവാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ വൈകൃതം. മാത്രമല്ല, ഇത് മാനസികമായ ഒരു അസന്തുലിതത്വം ഉണ്ടാക്കുന്നു. ലൂത്ത് അലൈഹിസ്സലാമിയുടെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അയക്കുന്നുണ്ട്. ആ മലക്കുകൾ ചെറുപ്പക്കാരുടെ രൂപത്തിലാണ് ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് നടന്നു വരുന്നത്. ലൂത്ത് അലൈഹിസ്സലാമിന്റെ വീട്ടിലേക്ക് മലക്കുകൾ നടന്നു വരുന്ന ഘട്ടത്തിൽ ആ സമൂഹത്തിലെ ആളുകളും ലൂത്ത് അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ലൂത്ത് അലൈഹിസ്സലാമിനോട് അവരുടെ ആവശ്യം അവരുന്നയിക്കുന്നു. അവരുടെ ആവശ്യം ഉന്നയിക്കുമ്പോൾ ലൂത്ത് അലൈഹിസ്സലാം അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഹൗലായി ബനാത്തി, ഇവിടെ എന്റെ പെൺകുട്ടികളുണ്ടല്ലോ, ഹുന്ന അത്ഹറു ലക്കും, ആ പെൺകുട്ടികളല്ലേ നിങ്ങൾക്ക് ഏറ്റവും ശുദ്ധമായിട്ടുള്ളത്. നിങ്ങളുടെ മാനസികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, നിങ്ങളുടെ വൈകാരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, നിങ്ങളുടെ ശാരീരികമായ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, നിങ്ങൾക്ക് വിശുദ്ധി കൈവരിക്കാൻ, നിങ്ങൾക്ക് ശാന്തത കൈവരിക്കാൻ, നിങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കാൻ ഈ പെൺകുട്ടികളല്ലേ നിങ്ങൾക്ക് നല്ലത് എന്നവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന മറുപടി, താങ്കളുടെ പെൺകുട്ടികളിൽ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല എന്നുള്ള കാര്യം താങ്കൾക്ക് അറിയാവുന്നതാണല്ലോ. താങ്കൾക്കറിയാമല്ലോ അത്. ഞങ്ങളുടെ നാഗരികത എന്താണ്, ഞങ്ങളുടെ സംസ്കാരം എന്താണ്, ഞങ്ങളുടെ മുൻഗണനാക്രമങ്ങൾ എന്താണ് എന്ന് അറിയാമെന്നിരിക്കെ ഈ പ്രായക്കാരായ താങ്കളുടെ അതിഥികളെ ഞങ്ങൾക്ക് നിഷേധിക്കുകയും താങ്കളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് വേണ്ടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് എന്തൊരു ധിക്കാരമാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. താണുകേണ് അപേക്ഷിച്ചു നോക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ അപമാനിക്കരുത്, അവർ എന്റെ അതിഥികളാണ്, അവരോട് എനിക്ക് മാന്യമായി പെരുമാറേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും അവർ നിൽക്കുന്നില്ല. അപ്പോൾ അവരോട് ലൂത്ത് അലൈഹിസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഒരു റജുലുൻ റഷീദ്, വിവേകശാലിയായ ഒരു മനുഷ്യനെങ്കിലും നിങ്ങളിലില്ലേ എന്നുള്ളതാണ് ആ ചോദ്യം. എന്ന് പറഞ്ഞാൽ വിവേകം പോലും നഷ്ടപ്പെടാൻ, ഒരുപാട് തിന്മകളിലേക്ക് മനുഷ്യ സമൂഹത്തെ തിരിച്ചു കൊണ്ടുപോകാൻ, വഴിതിരിച്ചു വിടുവാൻ ഇത് സാധ്യമാകും എന്നതിലേക്കുള്ള സൂചനയാണ് ലൂത്ത് അലൈഹിസ്സലാം ആ സമയത്ത് ആ സമൂഹത്തിന് നൽകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ മാനസികമായ വൈകൃതങ്ങൾ, വിവേകശൂന്യത, അതിക്രമം, അക്രമം എന്ന നിലയിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ മാത്രമല്ല ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത്. എല്ലാ വേദഗ്രന്ഥങ്ങളും ഇതേ നിലപാട് തന്നെയാണ് ഈ സംഗതികളോട് സ്വീകരിച്ചിട്ടുള്ളത്. വേദഗ്രന്ഥങ്ങൾ മാത്രമല്ല, വേദഗ്രന്ഥങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടുണ്ടാക്കപ്പെട്ടിട്ടുള്ള നിയമസംഹിതകളും രാഷ്ട്രമീമാംസകളുമെല്ലാം ഈ സ്വർഗരതി പോലുള്ള പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങളോട് വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചിട്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. നാം ഇന്ത്യയിൽ പുലർത്തിപ്പോരുന്ന സംസ്കാരവും ഇന്ത്യയിൽ നാം കൊണ്ടാടുന്ന നിയമവും ഇതേ നിലപാട് തന്നെയാണ് ഈ സംഭവത്തോട് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ഇന്ത്യയിൽ ഭരണഘടനയും അതുപോലെ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥകളും പരിശോധിക്കുമ്പോൾ, കീഴ്വഴക്കങ്ങളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തിയുടെ താൽപ്പര്യവും ആ വ്യക്തി ജീവിക്കുന്ന സമൂഹത്തിന്റെ താൽപ്പര്യവും തമ്മിൽ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും. ആ ഏറ്റുമുട്ടലുകൾ നടക്കുന്ന ഘട്ടത്തിൽ അവയ്ക്കിടയിൽ
ചില ചട്ടങ്ങൾ ആവശ്യമാണ്. വ്യക്തിയുടെ താൽപര്യത്തിന് എത്രത്തോളം മുൻഗണന കൊടുക്കാം, സമൂഹത്തിന്റെ സുരക്ഷിതത്വവും താൽപര്യവും എത്രത്തോളം പരിഗണിക്കേണ്ടതുണ്ട്, പരസ്പരം ഏറ്റുമുട്ടുന്ന സന്ദർഭത്തിൽ എങ്ങനെ ആ വിഷയത്തിൽ ഒരു വിധി കൽപ്പിക്കാം എന്നുള്ള ഒരാശയത്തെയാണ് നാം നിയമം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ മനുഷ്യന്റെ ഒരു തരത്തിലുള്ള ആവശ്യമുണ്ടാകും. മനുഷ്യന്റെ സ്വാതന്ത്ര്യം എന്നത് ഒരു തരത്തിലുള്ള ഒരാവശ്യമാണ്. മനുഷ്യൻ എന്ന വ്യക്തിയുടെയും മനുഷ്യ സമൂഹത്തിന്റെയും നിലനിൽപ്പ് എന്നുള്ളത്, അവരുടെ ശാന്തിയും സമാധാനവും എന്നുള്ളത്, അവരുടെ സ്വസ്ഥത എന്നുള്ളത് രണ്ടാമത്തെ ഒരു പോയിന്റാണ്. ഈ സ്വാതന്ത്ര്യവും മനുഷ്യന്റെ സ്വസ്ഥതയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ ഏതിന് എത്രത്തോളം എപ്പോഴെപ്പോൾ പ്രാധാന്യം നൽകണം എന്നതിനെ സംബന്ധിച്ച് ഒരു ചട്ടക്കൂട് ആവശ്യമുണ്ട്. ഈ ചട്ടക്കൂടിനാണ് നാം നിയമം എന്ന് പറയുന്നത്. ഈ നിയമം ഏതെങ്കിലും വ്യക്തികൾ തയ്യാറാക്കിയെടുക്കേണ്ടതല്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ വ്യവസ്ഥിതിയിൽ ന്യായാധിപന്മാരെ ആ കാര്യം ഏൽപ്പിച്ചിട്ടില്ല. ലെജിസ്ലേച്ചർ എന്ന് പറയുന്നതും ജുഡീഷ്യറി എന്ന് പറയുന്നതും വേർപെടുത്തി നിർത്തിയിരിക്കുന്നു. നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തമാണ്. എന്തുകൊണ്ടാണ് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്തമായി വെച്ചിട്ടുള്ളത്? നിയമനിർമ്മാണ സഭ ജനങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീരുന്ന സഭയാണ്. അതിന് ജനങ്ങളെക്കുറിച്ച് അറിയാൻ ബാധ്യതയുണ്ട്. ആ സഭയിലുള്ള വ്യക്തികൾക്ക് ജനങ്ങളോട് കടപ്പാടുകളുണ്ട്. ജനങ്ങളുടെ മുമ്പിൽ ഉത്തരവാദിത്തം ബോധിപ്പിക്കാൻ, മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ജനങ്ങളുടെ പ്രതിനിധികൾ. അതുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിയമനിർമ്മാണ സഭയിൽ നിന്നാണ് അത് രൂപപ്പെട്ടു വരേണ്ടത് എന്ന് നമ്മുടെ രാജ്യത്തിന്റെ വ്യവസ്ഥ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന നിയമങ്ങൾക്കനുസരിച്ച് വിധിക്കുകയും ആ നിയമങ്ങളെ കാലാകാലങ്ങളിൽ വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് ജുഡീഷ്യറിയെ നമ്മുടെ രാജ്യത്തിന്റെ വ്യവസ്ഥ ഏൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നിയമനിർമ്മാണ സഭയ്ക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരല്ല നമ്മൾ ആരും. സർവതന്ത്ര സ്വതന്ത്രമായി നിയമനിർമ്മാണങ്ങൾ നടത്തുവാൻ നിയമനിർമ്മാണ സഭകൾക്ക് അവകാശമുണ്ട് എന്ന് വിചാരിക്കുന്നവരല്ല നമ്മൾ. അങ്ങനെ നിയമനിർമ്മാണ സഭകൾക്ക് അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിയമനിർമ്മാണ സഭകൾക്കും അടിത്തറയായി വർത്തിക്കുന്ന ഒരു മൂല്യവ്യവസ്ഥ വേണം, ഒരു വാല്യൂ സിസ്റ്റം, ഒരു മൂല്യവ്യവസ്ഥ വേണം എന്ന് നമ്മൾ അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ആ മൂല്യവ്യവസ്ഥ ഏതായിരിക്കണം? ആ മൂല്യവ്യവസ്ഥ അല്ലാഹുവിനാൽ നൽകപ്പെട്ട മൂല്യവ്യവസ്ഥയായിരിക്കണം. അല്ലാഹുവിനാൽ നൽകപ്പെട്ട മൂല്യവ്യവസ്ഥകളാണ് വേദഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന മൂല്യവ്യവസ്ഥ. ആ വ്യവസ്ഥകളാണ് പ്രവാചകന്മാർ ഇവിടെ പ്രബോധനം ചെയ്തിട്ടുള്ള മൂല്യവ്യവസ്ഥ. അപ്പോൾ പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് വന്നിട്ടുള്ളതും അവർ മാതൃകയായി സമർപ്പിച്ചിട്ടുള്ളതുമായിട്ടുള്ള മൂല്യവ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിയമനിർമ്മാണങ്ങൾ നടത്തുകയും ആ നിയമനിർമ്മാണങ്ങൾക്കനുസരിച്ച് ജുഡീഷ്യറി വിധി കൽപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും സന്തുലിതമായ ഒരു സാഹചര്യം ലോകത്ത് വളർന്നു വരേണ്ടതുണ്ട്. അങ്ങനെ ഒരു സന്തുലിത സാഹചര്യം വളർന്നു വരുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള വളരെ വൃത്തികെട്ട, നാഗരികവൽക്കരിക്കപ്പെട്ട, സംസ്കാര സമ്പന്നനായ ഒരു മനുഷ്യനും ഒരു സമൂഹത്തിനും അംഗീകരിക്കാൻ കഴിയാത്ത നിയമങ്ങൾ വന്നു ചേർന്നു എന്ന് വരും എന്നുള്ള ഒരടിസ്ഥാന യാഥാർത്ഥ്യവും കൂടി ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമൂഹത്തെ എല്ലാ തിന്മകളിൽ നിന്നും രക്ഷിച്ചു തരുമാറാകട്ടെ. സമൂഹത്തിന്റെ തിന്മകൾക്കെതിരെ നിശബ്ദത പാലിക്കുകയും നിസ്സംഗത പാലിക്കുകയും ചെയ്യുന്നതിന് പകരം
കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തിന്മയ്ക്കെതിരെ ശക്തമായി പടയൊരുക്കം നടത്തുവാനുള്ള ഒരു ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹ്.